ഇളക്കക്കാരിയായ അമ്മായിയമ്മ എന്ന് ഈ കഥയ്ക്ക് പേരിടണമെന്നാണ് പ്രമോദ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, കുറേ കഥകൾ അമ്മായിമ്മ കഥകളാണ് വരുന്നത്. ഞാൻ എന്താ ചെയ്യുക, വായിക്കാനും പറ്റില്ല, വായിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. എന്തായാലും പ്രമോദിനെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആ കഥയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് പ്രമോദ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ 32 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷമാകുന്നു. എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ സർവീസിലായിരുന്നു. അവർ ഞങ്ങളെ വളരെ സ്ട്രിക്റ്റായിട്ടാണ് വളർത്തിയത്. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ പോയപ്പോഴാണ് ഈ ലോകം എന്താണെന്നും ലോകത്തിൻ്റെ വളവ് തിരിവുകളും ഒക്കെ മനസ്സിലാക്കിയത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നേ പറ്റൂ. 26-ാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അതോടുകൂടി വിവാഹാലോചനയും ആരംഭിച്ചു. പക്ഷേ സർക്കാർ ജോലിയുള്ള ഒരു പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞ് വീട്ടുകാർ നിർബന്ധം പിടിച്ചു. അങ്ങനെ ഒത്തിരി താമസിച്ചാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. എല്ലാം കൊണ്ട് ഒത്തുവന്ന് ജാതകം ചേർന്നിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. എൻ്റെ കാര്യത്തിൽ ഞാൻ പൊങ്ങച്ചം പറയുകയാണെന്ന് മാഡം വിചാരിക്കരുത്. പണ്ട് തൊട്ടേ സൗന്ദര്യമുള്ളൊരു പുരുഷനായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെടാറുണ്ട്. ജിമ്മിൽ പോകാറുണ്ട്. അതുമാത്രമല്ല, സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാറുമുണ്ട്. എൻ്റെ അമ്മ എന്നെ കളിയാക്കാറുണ്ട്. നിനക്ക് സിനിമ നടനാകാനാണോ ആഗ്രഹം? അത് നടക്കില്ലെന്ന്. അത്രയ്ക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവർക്കും എന്നോട് ആ കാര്യത്തിൽ മതിപ്പുമുണ്ട്. പക്ഷേ ജാതകവും സർക്കാർ ഉദ്യോഗവും ഒക്കെ നോക്കി എനിക്ക് കിട്ടിയ ഭാര്യ അത്ര സുന്ദരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല മാഡം. കാര്യം എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ ഞാനതൊന്നും പുറത്ത് കാണിക്കാറില്ല. ഭാര്യയും ഞാനും തമ്മിൽ 100% പൊരുത്തമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അങ്ങനെയുള്ള കപ്പിൾസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡത്തിൻ്റെ ഭർത്താവും പോലും അങ്ങനെ കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾക്ക് തമ്മിൽ ഒരിഷ്ടമുണ്ട്. പക്ഷേ അതേപോലെ അകൽച്ചയുമുണ്ട്. പലപ്പോഴും മാത്രമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നന്നായി നടന്നു പോകുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഭാര്യയ്ക്കതിൽ പരാതിയൊന്നുമില്ല. ഒന്നിലും താല്പര്യമില്ലാതെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് കഴിയുന്ന ഒരാളെപ്പോലെ എനിക്ക് തോന്നുന്നു. കുറച്ച് വർക്കഹോളിക്കാണ്. അതുകൊണ്ട് എനിക്കൊന്നും പറയേണ്ടി വന്നിട്ടില്ല. അവൾക്ക് പരാതിയുമില്ല. എൻ്റെ പരാതി ഞാൻ ആരോട് പോയി പറയാനാണ്? ഭാര്യയുടെ വീട്ടിലെ സിറ്റുവേഷൻസ് വേറെയാണ്. കാര്യം ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ ആ കുടുംബത്തിൽ സർക്കാർ ഉദ്യോഗം. അതും അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അവർക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ബിസിനസ് ചെയ്ത് നല്ല പണം ഉണ്ടാക്കുന്നതാണ് അവർക്കിഷ്ടം. അമ്മായിമ്മ പോലും പണ്ട് ബിസിനസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ റെസ്റ്റ്, വീട്ടമ്മയാണ്. ഇഷ്ടം പോലെ പണമുണ്ട്. അമ്മായിച്ചൻ ഭയങ്കര ബിസിയാണ്. പിന്നെ എൻ്റെ അളിയൻ, പുള്ളിക്കും നല്ല ബിസിനസ്സാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല ഗുലാനാണ്. കാര്യം സർക്കാർ ഉദ്യോഗസ്ഥയായ മരുമകളെയാണല്ലോ പ്രതീക്ഷിച്ച പോലെ കിട്ടിയത്. അതുമാത്രമല്ല, എൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് ഭാര്യ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ അത്ര വലിയ താല്പര്യമല്ല. എന്താണെന്നറിയില്ല. വിവാഹം കഴിഞ്ഞ ശേഷം അവൾ എന്നോട് അധികം അടുപ്പമില്ലെങ്കിലും എൻ്റെ മാതാപിതാക്കളോട് ഭയങ്കര അടുപ്പമാണ്. അതും എനിക്കൊരാശ്വാസം തന്നെ ഒരു കണക്കിന്. ഭാര്യയും സ്വന്തം വീട്ടുകാരും തമ്മിൽ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഡിറ്റാച്ച്മെൻ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നും. അത്രയ്ക്ക് വലിയ അടുപ്പം ഒന്നും കാണുന്നില്ല. ഭാര്യയ്ക്ക് സ്വന്തം അമ്മയോടോ അച്ഛനോടോ സഹോദരനോടോ ഒന്നും സെൻറ്റിമെൻറ്റ്സ് ഉള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെയല്ലല്ലോ. വീടിനോട് ഭയങ്കര ആത്മാർത്ഥയായിരിക്കും. എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ നിർബന്ധിച്ചാൽ മാത്രമേ അവളുടെ വീട്ടിലേക്ക് വരികയുള്ളൂ. സ്വമേധയാ അവളുടെ വീട്ടിലേക്ക് പോകില്ല. അമ്മായിമ്മ ദിവസവും രാവിലെ വൈകിട്ട് എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അമ്മായിമ്മ അതീവ സുന്ദരിയാണ്. അമ്മായിച്ചനും സൂപ്പർ സുന്ദരൻ. പിന്നെ ആങ്ങളെയാണെങ്കിൽ പറയുകയും വേണ്ട. അളിയനെ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോകും. അത്രയ്ക്ക് സൗന്ദര്യമുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇവരുടെ ആരുടെയും ഒരു സാമ്യവുമില്ല. അമ്മായിമ്മയുടെ ഒരു ഫീച്ചർ പോലും എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല. ഒരു വട്ടം ഞാൻ ഭാര്യയോടത് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുടുംബക്കാരെല്ലാം എന്നെ അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടുകാരുമായിട്ട് എനിക്കത്ര അടുപ്പമില്ലാത്തതെന്ന് ഭാര്യ തുറന്നു പറഞ്ഞു. വീട്ടിലുള്ള മറ്റ് എല്ലാ ആളുകളും സൗന്ദര്യമുള്ളവരാണ്. പക്ഷേ എൻ്റെ ഭാര്യ മാത്രം കുറച്ച് വ്യത്യസ്തമായി. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും അവോയ്ഡ് ചെയ്തെന്നും അതുകൊണ്ട് തന്നെയാണ് അവൾ അവരുടെ വഴിക്ക് പോകാതെ വേറൊരു പഠനവും മറ്റു കാര്യങ്ങളും നേടിയെടുക്കാൻ അവൾ ശ്രമിച്ചത്. ഭാര്യ ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും രീതിയിൽ ഒരവഗണന കിട്ടുന്നുണ്ട്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം അമ്മയാണെങ്കിലും ആരാണെങ്കിലും ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക്
ചില പ്രശ്നങ്ങൾ സമ്മാനിക്കും. അതുകൊണ്ട് തന്നെയാണ് അകൽച്ച. ഞാൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചുമ്മാ ഈ വിഷയം അമ്മായിമ്മയോട് എടുത്തിട്ടു. അപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ്. പിന്നെ എല്ലാവരും പറയും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും സൗന്ദര്യമുള്ളവരാണെന്ന്. ഇവള് മാത്രം എന്താണ് അധികം സൗന്ദര്യമില്ലാതായിപ്പോയെന്ന് ഒരു സംശയം തോന്നില്ലേ? എൻ്റെ ഭർത്താവ് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലമ്മേ, ഈ കഥ കേൾക്കുമ്പോൾ അച്ഛനമ്മയെ സംശയിച്ചു എന്നല്ലേ പറഞ്ഞു വരുന്നെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ ഭാവം മാറി. ഞാൻ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ നീ വേറെന്തൊക്കെയോ കുനിഷ്ഠ കാര്യങ്ങളാണല്ലോ മനസ്സിൽ വിചാരിച്ചത്. നിന്റെ ഉള്ളിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നീ ഒരു നല്ലവനാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്നെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയും ചിണുങ്ങുകയും ചെയ്തു. ഞാൻ ആകെ അബദ്ധത്തിലായിപ്പോയി. നാക്ക് പിഴ കൊണ്ട് വന്ന കാര്യമല്ലേ, ഞാൻ ആശ്വസിപ്പിച്ചു. ഞാനതൊന്നുമല്ല ഉദ്ദേശിച്ചത്. അല്ല, സ്വന്തം മകളെ കണ്ടു കഴിഞ്ഞാൽ അച്ഛനറിയില്ലേ, പിന്നെ എന്തിനാണ് അമ്മയോട് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചതാണ്. ഇതിൻ്റെ ഉത്തരം നീ ശരിക്കും എൻ്റെ ഭർത്താവിനോടാണ് ചോദിക്കേണ്ടത്. കാര്യം അങ്ങയുടെ കുടുംബക്കാരുടെ ആരുടെ ഛായയാണ് ഇവൾക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അങ്ങയുടെ മുത്തച്ഛൻ ഇവളെപ്പോലെ ഇരിക്കുകയായിരുന്നു. അതാണ് ഇവൾക്ക് ഇങ്ങനെ രൂപം വന്നത്. ശരിയാണ്, അമ്മയുടെ അത്രയും നിറം അവൾക്കില്ല, അത്രയും സുന്ദരിയുമല്ല. എന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാം കൂടി അവളെ ഇങ്ങനെ ഒതുക്കണ്ടായിരുന്നു. അവൾക്ക് ഒത്തിരി ദുഃഖം മനസ്സിലുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അതിനെന്താ, നല്ല സൗന്ദര്യമുള്ള ഒരുത്തിനെ തന്നെ ഭർത്താവായിട്ട് കിട്ടിയല്ലോ. നിന്റെ ആലോചന വന്നപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞതാണ്, മുറുക്കി പിടിച്ചോണം. കാര്യം ഇത്രയും സൗന്ദര്യമുള്ളൊരു ചെക്കനെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാര്യം സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതലാണ് അവൾക്കിപ്പോൾ കിട്ടിയ ജീവിതം. അതുകൊണ്ട് അവൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഒന്നും വിധമ്പേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവളുടെ നാടകമാണ്. അല്ലാതെ ഏതെങ്കിലും അച്ഛനും അമ്മയും മക്കളോട് വ്യത്യാസം കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാണ്, എന്നോടങ്ങ് ക്ഷമിക്ക്. ഭാര്യയുടെ സൈഡ് നിൽക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. ഈ കഥകളൊന്നും ഞാൻ ഭാര്യയോട് പറയാൻ പോയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെയും അച്ഛനോടും അമ്മയോടും ഒക്കെ ദേഷ്യം വരും. എന്തിനാ ഉള്ള ബന്ധം കൂടി തകർക്കുന്നത്? ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ അമ്മായിമ്മയും ഞാനും തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അമ്മായിമ്മ പറയും, നീ പണ്ട് എന്നെ പറഞ്ഞതല്ലയോ ഞാൻ വഴി തെറ്റി നടന്നവളാണെന്നുള്ള രീതിയിൽ സംശയാസ്പദമായി നീ സംസാരിച്ചു. ഒരമ്മായിമ്മയ്ക്കും ഇങ്ങനെ മരുമകളിൽ നിന്ന് കേൾക്കേണ്ടി വരല്ലേ ദൈവമേ എന്നൊക്കെ പറയും. ഞാനിപ്പോൾ എപ്പോഴും പറയും, അമ്മ ഇങ്ങനെ വെറുതെ നാടകം എക്സാജറേഷൻ കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാം. പിന്നെയും അതിൽ പിടിച്ച് അമ്മ തന്നെ പറയുകയാണ് വഴി തെറ്റി മൊഴി തെറ്റിയെന്ന്. അമ്മയുടെ മോള് തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അസാമാന്യമായ ഇളക്കമുണ്ടെന്ന്. ഞാൻ അറിയാതെ പിന്നെയും പറഞ്ഞു, ദൈവമേ എൻ്റെ നാക്ക് ഇടയ്ക്കിടയ്ക്ക് പിഴയ്ക്കുകയാണല്ലോ എന്നോർത്തു. അപ്പോഴേക്കും അമ്മ എന്നോട് ചൂടായി. അവൾ അങ്ങനെ പറഞ്ഞോ? സ്വന്തം അമ്മയെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക ഇളക്കക്കാരിയാണെന്ന്. അപ്പോൾ ആർക്കാടാ വിരോധം? അവളാണ് സ്വന്തം അമ്മയുടെ ഉള്ളിൽ വിരോധം വെച്ചുകൊണ്ട് നടക്കുന്നത്, ഞാനല്ല. ഞാനാണെങ്കിൽ അവളെ പൊന്നു പോലെ സ്നേഹിച്ചു. അവളിപ്പോൾ സ്വന്തം ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു ഞാൻ ഇളക്കക്കാരിയാണെന്ന്. ആണെങ്കിൽ കണക്കായിപ്പോയിടാം. എനിക്ക് സൗന്ദര്യമുണ്ട്, ഞാൻ ഇളക്കും. അവളെപ്പോലെയല്ല. അവൾ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ പുറകെ ആര് വന്നു? ഒരാൾ പോലും വന്നില്ല. പക്ഷേ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പോഴും ചെറുപ്പക്കാരെ പിള്ളേരിൽ പോലും എന്നെ അടിപിടി നോക്കും. എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറയും, എന്താണ് നിന്നെ അവന്മാരങ്ങനെ നോക്കുന്നത്? നിനക്ക് പരിചയമുണ്ടെന്നോ? എനിക്ക് ആരെയും പരിചയമില്ല. പരിചയമില്ലാത്തവരും കൂടി ഞാൻ അമ്പലത്തിൽ പോയാലോ സൂപ്പർ മാർക്കറ്റിൽ പോയാലോ എന്നോട് വന്നങ്ങ് സംസാരിക്കുക. ആലാക്കോലാന്ന് അലക്കി തേച്ച് കോട്ടൺ സാരി ഉടുത്ത് ഓഫീസറമ്മ ചതഞ്ഞ് നടക്കുന്ന നിന്റെ ഭാര്യ ഇവിടെ കിടക്കുന്നു, ഞാനിവിടെ കിടക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല നിങ്ങളൊക്കെ എവിടെ കിടക്കുന്നതെന്ന്. അതും തടം നിനക്കൊന്നും അറിയാത്തത്? നിന്റെ ഭാര്യ നിന്റെ കൂടെ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ കാര്യം എനിക്കറിയാം. പിന്നെ അമ്മ എവിടാന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? അതാ പറഞ്ഞത്, നീ എന്നെ പണ്ട് തൊട്ടേ സംശയിക്കുകയാണ്. ഞാൻ ശരിയില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്. നിന്റെ ഭാര്യ എപ്പോഴും നിനക്ക് തരയണ മന്ത്രം ഊതിത്തരികയാണ് എന്നെ വെറുക്കാൻ. ഞാൻ പറഞ്ഞു, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അമ്മയുടെ കാര്യം അങ്ങനെ സംസാരിക്കാറേയില്ല. സംസാരിച്ചാൽ അവൾ അങ്ങേയറ്റത്തെ കാര്യമേ പറയൂ എന്നെക്കുറിച്ച്. എനിക്കത് നന്നായിട്ടറിയാം. ലോകത്തിൽ ഇങ്ങനൊരു അമ്മയും മകളും കാണില്ല. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നാത്തൂന്മാരും അല്ലെങ്കിൽ അമ്മായിമ്മയും മരുമകളോ ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, അങ്ങനെ ആയിരിക്കാം, ആർക്കറിയാം. എന്തായാലും നിന്റെ ഭാര്യ നീയും കൂടെ അങ്ങ് സുഖിച്ച് ജീവിച്ചോ. എന്നെ ഇടയ്ക്കിടയ്ക്ക് ദ്രോഹിക്കാൻ വരരുത്, അത്രേ ഉള്ളൂ. അമ്മയെ ഞാനെന്ത് ദ്രോഹിച്ചു? അമ്മയുടെ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അമ്മ അതിനകത്ത് ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നു. അമ്മ തന്നെയല്ലേ പറഞ്ഞത്, ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓടി വരുന്നു, മിണ്ടുന്നു, ഭർത്താവിന്
പോലും അസൂയാണെന്ന്. അതെന്താ, ഞങ്ങളാരും പോകുമ്പോൾ ഞങ്ങളോട് ആരും വന്ന് മിണ്ടുന്നില്ലല്ലോ? അതാ പറഞ്ഞത്, എൻ്റെ സൗന്ദര്യം കണ്ട് മിണ്ടുകയാണെന്ന്. ഓക്കെ ശരി, അമ്മയുടെ സൗന്ദര്യം കണ്ട ആളുകൾ ഓടി വരുന്നു. പക്ഷേ അമ്മയ്ക്ക് തിരിച്ച് സൗന്ദര്യമുള്ള ഓടി വരുന്ന ആൾക്കാരോട് വല്ല താല്പര്യം തോന്നിയിട്ടുണ്ടോ? കണ്ടോ കണ്ടോ, എന്തു പറഞ്ഞാലും അവൻ എന്നെ കുറ്റം പറയുകയാണെന്ന്. അല്ലമ്മേ, ഒരു വശത്തേക്ക് മാത്രമല്ലോ പാലം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചതാണെന്നും അപ്പം അമ്മ എന്നോട് പറഞ്ഞു. ചിലപ്പോൾ എനിക്കങ്ങനെ പല പാലങ്ങളും കാണുമായിരിക്കും. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹമായി പെരുമാറിക്കൂടെ? അതിന് നിന്റെ അനുവാദം എനിക്ക് വേണോ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അമ്മ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ചോദിച്ചത്. കാണും, കണ്ടാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് അസൂയുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കെന്ത് അസൂയ? ഒന്നുമില്ല, അമ്മയുടെ ജീവിതം എൻജോയ് ചെയ്ത് നടക്കൂ. എനിക്ക് പറയാനുള്ളത്, ഇനി ആരാധകർ വരികയാണെങ്കിൽ അമ്മ വെറുതെ അമ്മാന്തിച്ച് നിൽക്കരുത്. അവരുടെ കൂടെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ ഒന്ന് പോകണം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഷൂട്ടിങ്ങിന്. എടാ, നീ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിന് കവിഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം നിൻ്റെ ഭാര്യയാണ് ഓതി തന്നത്. അവളെന്നെക്കുറിച്ച് ഇല്ലാത്ത കള്ളക്കഥകൾ ഒക്കെ ഉണ്ടാക്കി പറയും. ഇല്ലമ്മേ, അവൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ആഹാ, അതല്ല, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഡ്രൈവറുടെ കഥ അവൾ നിന്നോട് പറഞ്ഞു കാണും. ഏത് ഡ്രൈവർ? അല്ല, നിനക്കറിയാം ആ കഥ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നീ എന്നോട് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നമ്മേ, എനിക്കറിയില്ല എന്താണ് ഡ്രൈവറുടെ കഥ. നിൻ്റെ ഭാര്യ നിന്നോട് പറഞ്ഞില്ലേ രാത്രിയിൽ എന്നും തലയണ മന്ത്രത്തിലൂടെ? ഞാൻ പറഞ്ഞ മന്ത്രത്തിൽ കൂടെ പറഞ്ഞത് ഈ കഥയാണോ ഡ്രൈവറുടെ കഥ? എന്താ കഥയെന്ന് അമ്മ എങ്ങ് പറ. അവൾ പറഞ്ഞതിന് മുമ്പ് അമ്മയുടെ യഥാർത്ഥം ഞാനൊന്ന് അറിയട്ടെ. എടാ, അതും ഒരു 8 വർഷത്തിന് മുമ്പാണ്. ഇവിടെയാണെങ്കിൽ ഡ്രൈവറായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. അവനെ കണ്ടു കഴിഞ്ഞാലേ നല്ല സുന്ദരനാണ്, ഏകദേശം നിന്നെപ്പോലിരിക്കും. അവൻ വന്നതിൽ പിന്നെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എവിടെങ്കിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ കാര്യങ്ങൾ നോക്കിയും കണ്ടുമാണ് അവനങ്ങ് ചെയ്യുന്നത്. ഒരു ദിവസം അവൻ അടുക്കളയിൽ വന്നിട്ട് എന്നോട് വെള്ളം ചോദിച്ചു. ആ സമയത്ത് ഞാൻ വെള്ളം എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴില്ലേ എൻ്റെ ചുമലിൽ എന്തോ ഇരിക്കുന്നത് കണ്ട് ഒന്ന് തട്ടിക്കളഞ്ഞതാണ്. അപ്പോഴേക്കും എൻ്റെ മകൾ അടുക്കളയിലേക്ക് കയറി വന്നു. അവളത് കണ്ടിട്ട് എന്നെ തുറച്ചു നോക്കി. പെട്ടെന്ന് അവൻ വെള്ളം വാങ്ങിച്ചുകൊണ്ട് അങ്ങിറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും മോള് വന്നതിനോട് വഴക്കുണ്ടാക്കി. നിങ്ങൾക്ക് പ്രായമായപ്പോഴും അടങ്ങിയിരിക്കാൻ വയ്യേ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? ആ കൊച്ചു ചിക്കനെ നിങ്ങൾ വശീകരിക്കുകയാണോ എന്ന് ചോദിച്ച് അവൾ എന്നോട് വഴക്കുണ്ടാക്കിയടാ. അന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് എന്നോട് അസൂയാണെന്ന്. അവളെ ആ ചിക്കൻ തിരിഞ്ഞുപോലും നോക്കാത്തതിൻ്റെ അസൂയ. അവളെ പിന്നീട് എൻ്റെ ആങ്ങളമാരോടും ഒക്കെ പറഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന്. പാവം ഒരു പയ്യനായിരുന്നു. ആ ചെക്കനെ അവസാനം പിരിച്ചുവിടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വരുന്നത്, അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ ഭാര്യയ്ക്ക് അമ്മയുടെ അസൂയാണെന്നാണ്. അസൂയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും അവളാണ് എൻ്റെ പേര് ചീത്തയാക്കിയത്. എന്തായാലും എൻ്റെ ഭർത്താവ് നല്ലവനായതുകൊണ്ട് വിശ്വസിച്ചില്ല. അതുകൊണ്ട് കുടുംബകലഹങ്ങളും ഉണ്ടായില്ല. അവൾ എൻ്റെ പേരിൽ കുടുംബകലഹം ഉണ്ടാക്കാൻ ശ്രമിച്ചവളാണ്. നീ സൂക്ഷിച്ചോ. എൻ്റെ മോളാണെങ്കിൽ ഞാൻ പറയുക വാൺ ചെയ്യുകയാണ്. അവൾക്ക് എല്ലാറ്റിലും സംശയമാണ്. ഏതെങ്കിലും പെണ്ണുങ്ങളോട് നിനക്ക് അടുപ്പമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ നിന്നെ നിർത്തിപ്പൊരിക്കും. അതിനേക്കാരോട് അടുപ്പമില്ലല്ലോ. ആ അടുപ്പമില്ലാതിരുന്നാൽ നിനക്ക് കൊള്ളാം. പക്ഷേ നിന്റെ സ്വഭാവം വെച്ചിട്ട് നീ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ഭാര്യ പറഞ്ഞല്ലോ സ്വന്തം അമ്മ ഇളക്കക്കാരിയാണെന്ന്. എങ്കിൽ ഞാൻ പറയുന്നു അവളുടെ ഭർത്താവ് അതിലും മടങ്ങ് ഇളക്കക്കാരനാണ്. എടാ, എന്നെക്കാൾ കൂടുതൽ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട്, ജിമ്മിൽ പോയി മസിൽ വെക്കുന്നുണ്ട്. എന്തിനാ? ആരെ കാണിക്കാനാ? നീ കല്യാണം കഴിഞ്ഞില്ലേ? നിനക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെൻ്റെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. എങ്കിലും ഞാനിങ്ങനെ നടക്കുന്നതും എൻ്റെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. അതിനമ്മ സെൽഫ് കോൺഫിഡൻസായിട്ട് നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും നിനക്ക് എന്ത് വേണമെങ്കിലും ആകാം, ഒരു കുറ്റവുമില്ല. ഞാൻ നന്നായി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കുറ്റം. ഞാൻ പറഞ്ഞ അമ്മയെ എഴുതാപ്പുറം വായിക്കരുത്. അമ്മയെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആർക്കറിയാം, എന്നെപ്പറ്റി നിറം പിടിപ്പിച്ച കഥകൾ എൻ്റെ മകൾ തന്നെ നിന്നോട് പറഞ്ഞു കാണും. അവൾ എന്നോട് ഒരു കഥയും പറഞ്ഞില്ല. ഈ ഡ്രൈവർ പയ്യൻ്റെ കഥ അമ്മ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ശരിക്കും ആ പയ്യൻ പോയതിൽ അമ്മയ്ക്ക് ദുഃഖമുണ്ടോ? പിന്നെ നല്ല ദുഃഖമുണ്ട്. അവൻ നല്ല സൗന്ദര്യമുള്ളൊരു പയ്യനായിരുന്നു. അതുമാത്രമല്ലടാ, ഭയങ്കര ആത്മാർത്ഥതയും എന്നോട് നല്ല സ്നേഹമായിരുന്നു. സാധാരണ ഡ്രൈവർമാർ എന്തിനാമേ വീട്ടിൽ വന്ന് അടുക്കളയിലേക്ക് വരുന്നത്? അവന് അവിടെ ഡൈനിങ് ടേബിളിലോ മറ്റേ വെള്ളമില്ലേ എടുത്ത് കുടിച്ചാൽ പോരെ? അവൻ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗം പോലെ തന്നെയായിരുന്നു. എന്തായാലും കഥ കൊള്ളാം. അടുക്കളയിലേക്ക് ഡ്രൈവർ കയറി വരുന്നു, വെള്ളം കൊടുക്കുന്നു, ദേഹത്ത് എന്തോ ഇരിക്കുന്നേ കണ്ടു, ഉടനെ തൂത്ത് കളയുന്നു. എങ്കിൽ പിന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ, ദേ മാഡത്തെ ദേഹത്ത് എന്തോ ഇരിക്കുന്നു എന്ന്. തന്നെ അമ്മ തൂത്ത് കളയില്ലേ? ആ പയ്യൻ അങ്ങൊരു കാര്യം ചെയ്തത് തെറ്റായിപ്പോയോ? എൻ്റെ മകളെപ്പോലെ നീ എന്നെ സംശയിക്കുകയാണോ? ഞാൻ പറഞ്ഞു എന്തായാലും
എന്തായാലും ഭാര്യ എന്നോട് ഈ കഥ പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ അവളോട് ഇന്ന് രാത്രി ഒന്ന് ചോദിക്കട്ടെ, അവളുടെ വശം കൂടെ ഞാൻ കേട്ടിട്ട് ഈ കഥയുടെ ഉത്തരം നാളെ ഞാൻ പറയാം. ചോദിക്കടാ, ചോദിക്ക്. അവൾ ഇനിയും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് പറയും. ഞാൻ പറഞ്ഞു, അമ്മയുടെ ഈ കഥ കേട്ടപ്പോഴേ എനിക്ക് നല്ല സംശയം തോന്നിയിട്ടുണ്ട്. മാറാള് തട്ടിക്കളഞ്ഞതാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്ന് ആർക്കായാലും സംശയം തോന്നും. എന്തോ ദുരൂഹത ഇതിന് പിന്നിലുണ്ട്. ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ, ബാക്കി എന്താ കണ്ടേന്ന്? അവൾ കണ്ടു, ഒലക്കയുടെ മൂട്. ഒന്നുമില്ല, അവൾക്ക് സംശയരോഗമാ, നീ സൂക്ഷിച്ചോ. ഞാൻ പറഞ്ഞു, എന്തായാലും അവളോട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് തർക്കിക്കാം. തൽക്കാലം ഇപ്പോൾ വഴക്കുണ്ടാക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. പിന്നെ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. ഞാൻ പിന്നീട് ഭാര്യയോട് അന്ന് രാത്രി തന്നെ ചോദിച്ചു, എടി ഇങ്ങനൊരു സംഭവം ഉണ്ടായോന്ന്. അപ്പോൾ നിങ്ങളും അമ്മയും കൂടെ അതൊക്കെ സംസാരിക്കാൻ എന്ത് സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചിരുന്നപ്പോഴേക്കും ഞാൻ ഇതുപോലെ കുറച്ച് സോഫ്റ്റായിട്ട് വിശദീകരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഉണ്ടായി ചേട്ടാ, ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച മാറാലെയൊന്നും തട്ടിക്കളയുന്നതല്ല, പോപ്പോ ആയിരുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞു. അതുമാത്രമല്ല, 1-2 വട്ടം അമ്മയുടെ ആ മുറിയിൽ നിന്ന് അവൻ്റെ ജോക്കി പോലുള്ള സംഗതികൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവൾ എന്നോട് പറഞ്ഞു. അതും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അമ്മ എല്ലാം മറക്കുകയാണ്. ഞാനിനി നിങ്ങളോട് ഒന്നും തുറന്നു പറയാതിരിക്കുന്നില്ല. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ്. ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക്, സൗന്ദര്യമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇരിക്കപ്പുറത്തില്ല. അങ്ങനൊരു സ്വഭാവമാണ്. പല കാര്യങ്ങളും എനിക്ക് സംശയം ഉണ്ടായിട്ടുള്ളൂ. വളർന്നു വന്നപ്പോൾ പല തെളിവുകളും ഞാൻ കണ്ടു. അച്ഛൻ്റെ പല സുഹൃത്തുക്കളുടെ മക്കളോട് പോലും അമ്മയ്ക്ക് അമിത വാത്സല്യമായിരുന്നു. നമ്മൾ കാണുമ്പോൾ മക്കളോടുള്ള ഒരു സ്നേഹം പോലെയാണ് തോന്നുന്നത്. പക്ഷേ അതൊന്നും അല്ലെന്ന് കുറച്ച് മുതിർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ എതിർത്തപ്പോഴാണ് എന്നോട് അമ്മയ്ക്ക് ഒത്തിരി ദേഷ്യമായത്. എന്തായാലും ഈ കഥ പറയാൻ ഒരു സാഹചര്യം ഉണ്ടായത് നന്നായി. അതെന്താടി? അല്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോടൊടക്കാകും. ഞാൻ ചോദിക്കുന്നേയില്ല. എന്തായാലും ഞാൻ കഥയുടെ മുഴുവൻ ഭാഗങ്ങളും പറഞ്ഞത് അങ്ങ് പറയണം. ഇത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ളതും പറയണം കേട്ടോ. ഒന്നും പറയാതിരിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ അമ്മ അതീവ ഇളക്കക്കാരിയാണ്. കാര്യം അമ്മയ്ക്ക് 1-ലോ 9-ലോ നിർത്താൻ പറ്റില്ലെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുക? അച്ഛൻ ഈ ബിസിനസ്സിൻ്റെ ശ്രദ്ധയിലായതുകൊണ്ട് ഒരിക്കലും ഒന്നും ശ്രദ്ധിച്ചു കാണില്ല. അമ്മയെ ബ്ലൈൻഡായിട്ട് വിശ്വാസവുമാണ്. അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ വീട്ടിൽ കലഹങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. പിന്നെ എൻ്റെ ചേട്ടനും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. പുള്ളി പക്ഷേ അതൊക്കെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാര്യം ഒരു കാലത്ത് ബിസിനസ്സിന് നെടുന്തോണ് അമ്മയായിരുന്നു. അച്ഛനറിയാതെ ഒത്തിരി പണം ചേട്ടനമ്മ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നന്ദി ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. ഇത്രയധികം രഹസ്യങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നല്ലേ? ആ, അങ്ങനെയൊക്കെയുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്നെയും തെറ്റിദ്ധരിക്കും. ഒന്നാമത് നിങ്ങൾക്ക് എന്നോട് മാനസികമായി വലിയ അടുപ്പമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ അങ്ങനൊന്നുമില്ല. ഒരു മനുഷ്യനുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ കാലം എടുക്കുമല്ലോ, അത്രക്കേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മൾ രണ്ടേയും കൂടി ഒരിക്കലും പിരിയാനൊന്നും പോകുന്നില്ല. നമ്മൾ സന്തോഷമായി ജീവിക്കും എന്ന് പറഞ്ഞ് ഭാര്യ ഞാൻ സമാധാനിപ്പിച്ചു. പിന്നെ അമ്മായിയമ്മയെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അവൾ കണ്ടത് മാറാൽ നിൽക്കുന്ന രംഗമൊന്നും അല്ലെന്നാണ് എന്നോട് തറപ്പിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ ബെഡ്റൂമിൽ നിന്ന് പല തെളിവുകളും അവൾ കണ്ടെടുത്തു. അമ്മയോടത് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മ ഒത്തിരി കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. അമ്മയുടെ മകൾ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. അമ്മ ഇനി മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. വെറുതെ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും അമ്മ എഴുതാപ്പുറം വായിക്കുകയും ഞാൻ നല്ലവളാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അമ്മയുടെ കാര്യം ഇപ്പോൾ മുട്ട പൊട്ടി എന്ന് പറഞ്ഞതുപോലെ ആയി. എല്ലാ ചീട്ടുകൊട്ടാരങ്ങളും തവിട്ടുപൊടിയായി. എല്ലാം ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോൾ അമ്മ മസിൽ പിടിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഒന്നുകൂടി ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് പോടാ, എനിക്ക് ജീവിക്കാൻ നിന്റെ പെണ്ണുപിള്ളയുടെയും നിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? എനിക്ക് ആരെയും പേടിയില്ല. അത് പിന്നെ എനിക്ക് പണ്ടേ അറിയാം. ആ, നിനക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം അങ്ങോട്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് 30 വയസ്സിന് താഴെയുള്ള നല്ല ചുറുചുറുക്കുള്ള നല്ല സൗന്ദര്യമുള്ള കൊച്ചു ചെക്കന്മാരെ എനിക്ക് പണ്ടേ എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ എങ്ങനെയെങ്കിലും വളയ്ക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എടി ചെറുപ്പക്കാരെ എങ്ങനെയാണ് വളയ്ക്കുക?
അതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. അതിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥം വരെ എഴുതണമെന്ന് അവളുമാർ എന്നോട് പറയാറുണ്ട്. നിനക്ക് നിൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കെന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല അമ്മ. മൈലെണ്ണ തേക്കുകയോ വളയ്ക്കുകയോ ഒടിക്കുകയോ എന്താ ചായക്കോ? അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ, അച്ഛൻ സപ്പോർട്ടാണ്. അപ്പം പിന്നെ ഒരു പ്രശ്നമില്ല. ഭാര്യയുടെ കാര്യങ്ങൾക്കെല്ലാം ഭർത്താവ് സപ്പോർട്ടാണെങ്കിൽ എന്താ? അമ്മയ്ക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാലോ. ആര് പറഞ്ഞിട്ട് ഭർത്താവ് സപ്പോർട്ടാണെന്ന്? പിന്നെ അമ്മ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്ര രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പുള്ളി ശ്രദ്ധിക്കാറില്ല. ഭർത്താവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാര്യമാരെ വഴി തെറ്റെന്ന് പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ശ്രദ്ധിച്ചാലും വലിയ കാര്യമൊന്നുമില്ലടാ. പ്രതീക്ഷയ്ക്കൊത്ത് ഉയർച്ച ഇല്ല പണ്ട് തൊട്ടേ. അതെനിക്ക് പറ്റിയൊരു പറ്റ്. ഇപ്പം നിനക്ക് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ നീ മോഹിച്ചു, നിനക്ക് കിട്ടിയതോ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് വെച്ചിട്ട് എനിക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല. നീ ഈ പുണ്യാളം ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൈം കിട്ടിക്കഴിഞ്ഞാൽ നീ ചാടില്ലേടാ. നിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ എന്നെ ഒന്ന് കാണീര്, നിൻ്റെ ചാറ്റും കാണീര്. അതിൽ നീ പുണ്യാളനാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലടാ. നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ എനിക്ക്. നിന്നെ കണ്ടപ്പോഴെനിക്കറിയാം നീ മുട്ടി മുട്ടി നിൽക്കുന്ന മുട്ടനാടാണെന്ന്. എടാ, എന്നോട് മുട്ടാൻ വരല്ലേ എന്ന് പറഞ്ഞ് അമ്മായിമ്മ ഫോൺ കട്ട് ചെയ്തു. പിന്നെ 1-2 മാസത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഫോൺ സംഭാഷണമില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയില്ല, ഇങ്ങോട്ട് വിളിക്കാനും പോയില്ല. ഭാര്യ എന്നോടൊട്ട് ചോദിച്ചതുമില്ല. അവളാണെങ്കിൽ അവളുടെ അമ്മയെ വിളിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ആരും അറിയാതെ മുന്നോട്ട് പോയി. ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ഉടക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ സംയമനം പാലിച്ചു. ഇതിനിടയ്ക്ക് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. 2 പേരും വിദേശത്തുള്ളവരാണ്. ഒരാൾ ഗൾഫിലും ഒരാൾ അമേരിക്കയിലും. 2 പേരും നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊന്ന് മീറ്റപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു മാളിൽ പോയി. ഫുഡ് കോർട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമ്മായിമ്മയുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഞാനിപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഇവിടെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതെൻ്റെ അമ്മായിമ്മയാണെന്ന്. അപ്പോഴേക്കും അമ്മായിമ്മ ഇതൊക്കെ ആരാ? ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണ്, എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം പരിചയപ്പെടുത്തി. അപ്പോഴേക്കും അമേരിക്കയിൽ നിന്ന് വന്ന സജിനോട് പറയുകയാണ്, ഷോ മോനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എന്തൊരു സ്റ്റൈലാണ്, എന്തൊരു സൗന്ദര്യമാണ്. വിവാഹിതനാണോ? അല്ലമ്മേ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. മറ്റേ ആളോടോ അതുപോലെ സൂപ്പറാണ് കേട്ടോ. എൻ്റെ മരുമകൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇത്ര സൗന്ദര്യമുള്ളവരാണോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് അനാവശ്യമായി കൊഞ്ചുകയും കൊഴുകയും ഒക്കെ ചെയ്തിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ടാറ്റ പറഞ്ഞങ്ങ് പോയി. അമ്മ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, മാളിൽ നിങ്ങൾ എന്തിനാ വരുന്നത്? അതിനാണ് ഞാനും വന്നത് എന്ന് പറഞ്ഞ് സിനിമ സ്റ്റൈലിൽ വെട്ടിത്തിരിഞ്ഞാണ് പോയത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ 2 സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു, അമ്മായിമ്മ എന്തെങ്ങനെ പെരുമാറുന്നത്? എന്തിന് പ്രശ്നമുണ്ടോ? ഇവർ ടൈപ്പും ഷോർട്ട് ഹാൻഡുമാണോ എന്നുള്ള രീതിയിൽ അവനോട് ചോദിച്ചു. എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. 2 പേരും എന്നോട് പറഞ്ഞു, സത്യം പറയടാ, അമ്മായിമ്മയ്ക്ക് എന്തോ ദുരൂഹതയില്ലേ? അവർ ഏത് ടൈപ്പാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കോൾ അടിച്ചു, നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ലോട്ടറിയാണ് മോനെ. ഞങ്ങൾക്ക് ഈ ലോട്ടറി എപ്പോഴാണ് അടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ എന്നോട് സംസാരിച്ചു. ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ അന്ന് രാത്രിയായപ്പോൾ അമ്മായിമ്മ എന്നെ വിളിച്ചു. എന്താമേ? അല്ല, നിൻ്റെ കൂടെ മാളിലിരുന്ന 2 കൂട്ടുകാരും എന്നെ അടിപിടി നോക്കുന്നത് കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അമ്മ ചുമ്മാ വന്ന് അങ്ങോട്ട് കയറി നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അവർ നോക്കിക്കാണും. എടാ, ഞാൻ നിന്നോട് തുറന്ന് പറയുകയാണ്, എല്ലാം ഞാൻ പറഞ്ഞതല്ലേ. അവർ 2 പേരെയും കണ്ടതിൽ പിന്നെ എനിക്ക് ഉറക്കമില്ല. എന്നെ ഇഷ്ടമായോ എന്ന് അവരോടൊന്ന് ചോദിക്കാമോ? അമ്മ എന്തായി പറഞ്ഞത്? ഉള്ള ഇംപ്രഷനും അവരുടെ ഫ്രണ്ട്ഷിപ്പും എനിക്ക് നശിപ്പിക്കാൻ വയ്യ. എടാ, നീ ചോദിക്ക്, ഇതിൽ കൂടി ഫ്രണ്ട്ഷിപ്പ് ദൃഢമാകുകയുള്ളൂ. അവർക്ക് എന്നെ കണ്ടപ്പോൾ ഇഷ്ടമായെന്ന് എനിക്കറിയാം. അവർ നിന്നോട് എന്തെങ്കിലും ചോദിച്ചു കാണും, പിന്നെ ചോദിക്കാതിരിക്കുമോ? അതിന് മാത്രമുള്ള പ്രകടനമല്ലേ അമ്മ കാഴ്ചവെച്ചത്? എൻ്റെ പൊന്നു മോനല്ലേ നീ. അവരുടെ നമ്പരൊക്കെ എനിക്ക് താ, ഞാനൊന്ന് വിളിക്കട്ടെ. അമ്മേ, അവർക്ക് അമ്മയുടെ ചോയ്സ് അല്ല. അവർ 32 വയസ്സൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല. കണ്ടു കഴിഞ്ഞാൽ 25 പോലും പറയില്ല. എന്ത് സ്റ്റൈലിൽ കൂട്ടുകാരന്മാരാടാ. പ്ലീസ് ഒന്ന് കണക്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ഞാനത് ഒഴിവാക്കി വിട്ടു. പിന്നെ എന്നും വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ തന്നെ പറയും. ഇതിനിടയ്ക്ക് ഫ്രണ്ട്സ് വിളിച്ചപ്പോഴും 2 പേരും അമ്മായിമ്മയുടെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ അമ്മായിമ്മ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി അവർക്ക് സന്തോഷമായി. എങ്കിൽ പിന്നെ നീ എന്തിനാണ് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ആക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദ്യം ഒന്ന് ശങ്ക തോന്നിയെങ്കിലും ഞാൻ നമ്പരൊക്കെ കൊടുത്തു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അമ്മായിമ്മയെ അവർ 2 പേരും മീറ്റ് ചെയ്തു. എന്നിട്ട് അവർ തന്നെയാണ് മാഡം എനിക്ക് ചില ഫോട്ടോസൊക്കെ അയച്ചു തന്നത്. ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അവർ എല്ലാ കലകളിലും അതീവ വിദഗ്ധയാണെന്ന് ആ ഫോട്ടോസ് തെളിവ് തരുന്നു.
എന്തായാലും അവരുടെ മുഖമൊന്നുമില്ലാതെ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. അന്ന് തൊട്ട് എൻ്റെ മനസ്സ് ആകെ മാറി. എനിക്ക് പുറത്തില്ലാതായി. അവസാനം ഞാൻ തന്നെ പറയുകയായിരുന്നു, അമ്മേ നമുക്ക് നേരിൽ കാണുന്നതിൽ വിരോധമുണ്ടോയെന്ന്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ഇത്രയും നാൾ നീ വളഞ്ഞു മൂക്ക് പിടിക്കുകയായിരുന്നു, എന്തിനാടാ അങ്ങനെ? ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പണ്ടേ അരമനത്തൂണിൻ്റെ ഇടവാതിൽ തുറന്നു തരില്ലേ, നീ എന്താ ഇത്ര വൈകിയത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓക്കെയാക്കി. അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് മീറ്റപ്പ് ചെയ്തു. പിന്നെയും ഞങ്ങളുടെ ബന്ധം ദൃഢമായി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭാര്യ എൻ്റെ കാര്യങ്ങളോ ഞാൻ ഭാര്യയുടെ കാര്യങ്ങളോ നോക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും സമാന്തരമായി സഞ്ചരിക്കുകയാണ്. അവൾക്ക് അതിൽ പരാതിയുമില്ല, ഒന്നുമില്ല. എൻ്റെ ജീവിതം, അതായത് വിവാഹ ജീവിതം അവാർഡ് പടം പോലെയും ഇപ്പുറത്ത് ഞാനൊരു ആക്ഷൻ പടം പോലെയുമാണ്. ഇങ്ങനെ പോകുന്നതിൽ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നങ്ങൾ എപ്പോഴാണ് വരിക പോകുന്ന നമുക്കറിയില്ലല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മാനേജ് ചെയ്യേണ്ടി വരും, അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഭാഗ്യമെന്ന് കരുതുക, അതിലേ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഭാര്യയും നിങ്ങളും തമ്മിൽ ഒന്നിച്ച് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ നന്നായി ജീവിക്കണം നിങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം?